മധ്യകേരളത്തിൽ കഴിഞ്ഞ മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്തു. മഴക്കെടുതിയിൽ വിവിധ സ്ഥലങ്ങളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. എറണാകുളത്ത് 2, കോട്ടയത്ത് 3, ഇടുക്കിയിൽ 1 ദുരിതാശ്വാസ ക്യാമ്പുമാണ് നിലവിൽ തുറന്നിട്ടുള്ളത്. ശക്തമായ കാറ്റും മധ്യകേരളത്തിൽ നാശം വിതച്ചിട്ടുണ്ട്. മരം കടപുഴകി വീണും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും നാശനഷ്ടമുണ്ടായി. തൃശൂരിൽ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൻമരങ്ങൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നതുകൊണ്ട് നേര്യമംഗലം പാലം മുതൽ ഇരുമ്പുപാലം വരെ ഗതാഗതം നിരോധിച്ചു. എറണാകുളം ജില്ലയിൽ മഴക്കെടുതിയിൽ ഇതുവരെ 31 വീടുകളാണ് ഭാഗികമായി തകർന്നത്. പള്ളിക്കരയിൽ ഇന്നലെ രാത്രി വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. മുട്ടം തോട്ടിൽ ജോമോന്റെ വീടിന്റെ 2 മുറികൾ പൂർണ്ണമായും തകർന്നു. വീട്ടിലുള്ളവർ പുറത്തേക്കിറങ്ങി ഓടിയതുകൊണ്ട് ആളപായമുണ്ടായില്ല. പെരിയാർ നദിയിലെ ജലനിരപ്പ് ഇന്നലത്തെക്കാളും താഴ്ന്നു. ആലുവ, മണപ്പുറം ക്ഷേത്ര പരിസരവും വെള്ളത്തിൽ തന്നെ. കളമശ്ശേരി, ഏലൂർ, ആലുവ, കോതമംഗലം ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ആലപ്പുഴയിലും കോട്ടയത്തും ഇടവിട്ട് പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. NDRF സംഘം ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഭൂതത്താൻകെട്ട്, മലങ്കര, കല്ലാർകുട്ടി ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നതിനാൽ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, കൊച്ചി.